എൻ്റെ പേര് ജൂണിയ. ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2019 ജനുവരിയിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് എൻ്റെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഉടമ്പടി എടുത്ത് ഞാനങ്ങ് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് അങ്ങ് പോയെങ്കിലും പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ചിട്ടങ്ങ് മറന്നുപോയി. ആ ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നു. പക്ഷേ ഈ മുഴയുടെ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അങ്ങനെ ഞാനൊരു ദിവസം മോൻ്റെ സ്കൂളിൽ ചെന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അവളുടെ കാലിൻ്റെ മുട്ടിലൊരു മുഴയുണ്ട്. അപ്പം എന്നോട് പറഞ്ഞ് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്, എന്താ നിൻ്റെ അഭിപ്രായമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു മുഴയുണ്ട്, ഞാൻ കൃപാസനത്തിൽ അതിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്ത് നിൻ്റെ കയ്യിൽ മുഴ എവിടെയാണെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ കൈ മുഴയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ആ മുഴ പിന്നെ കാണുന്നില്ല. പക്ഷെ പിന്നീട് ഇതുവരെ ആ മുഴ എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് സർജറിയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ വന്നപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് എനിക്ക് ഉടമ്പടി പുതുക്കാനോ പിന്നീടൊന്ന് പ്രാർത്ഥിക്കാൻ വരാനോ ഒന്നും സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ ജനുവരി 23-ാം തീയതിയാണ് ഹസ്ബൻഡ് വിദേശത്താണ് ജോലി. ഹസ്ബൻഡ് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് തിരിച്ച് ജനുവരി 23-ാം തീയതി നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് പിന്നീട് ഇവിടുന്ന് ഒരു ജോലിക്ക് ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല. അങ്ങനെ കുറേ നാളുകൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ചികിത്സയൊക്കെ ചെയ്ത് കുറേ സ്ഥലത്തൊക്കെ നന്നായിട്ട് ഒരുപാട് മരുന്നിനൊക്കെ നമുക്ക് ഒരുപാട് പൈസയായി. അങ്ങനെ വന്നപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായി. അപ്പോൾ ഇനി ഒരു ജോലി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നുള്ളൊരു സിറ്റുവേഷനായി നമുക്ക്. അപ്പോൾ ഹസ്ബൻഡിനും തീരെ സുഖമില്ല. അപ്പോൾ നമ്മൾ കുറേ ആശുപത്രികളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഹസ്ബൻഡിനെയും കൊണ്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണക്ക് ഹസ്ബൻഡിന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ പഴയ കഫീൽ തിരിച്ച് വിളിക്കുകയാണ് പുള്ളീനെ, തിരിച്ച് വാ ഫ്രാൻസിസ് തിരിച്ച് വാ എന്നും പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു കോള് വരികയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് പോകാം, മെഡിസിനൊക്കെ അവിടെ ചെന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം, എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം മെഡിക്കൽ ഒരു വലിയ കടമ്പയാണ് ഇതിനകത്ത്. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ള ഒരാൾക്ക് മെഡിക്കൽ പാസ്സാവുക എന്ന് പറഞ്ഞാൽ 1% പോലും ഒരു വിശ്വാസമില്ല കാര്യത്തിൽ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് പുള്ളി ഞങ്ങൾക്ക് പേപ്പറെല്ലാം അയച്ച് വന്ന് വിസയുടെ എല്ലാം വന്ന് പേപ്പർ വന്ന് ഞങ്ങൾ ആദ്യമായിട്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിൽ മെഡിക്കലിന് പോവുകയാണ്. അവിടെ ചെന്ന് ഇത് കണക്ക് മെഡിക്കൽ എടുക്കാനായിട്ട് അവിടെ ചെന്ന് ഒരുപാട് പൈസയൊക്കെ നമുക്ക് മെഡിക്കലിന് പോകുമ്പോൾ ആവുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് മെഡിക്കൽ എടുക്കാനായിട്ട് എല്ലാം അകത്ത് കയറി ടെസ്റ്റ് ചെയ്ത് ആദ്യം കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പം കളർ വിഷൻ്റെ പ്രശ്നം പറഞ്ഞ് മെഡിക്കൽ ഫെയിലായി. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞ് നമ്മളവരെ പിന്നെ അറിയിച്ച് കളർ വിഷൻ്റെ പ്രശ്നം കാരണം മെഡിക്കൽ നമ്മൾ ഫെയിലായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മലപ്പുറത്ത് പോയി മെഡിക്കൽ എടുക്കുക, അവിടെ ആകുമ്പോഴത്തേക്കും ഇത്രയും ടെസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ മെഡിക്കൽ എളുപ്പമാവും എന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വെളുപ്പിനെ ഇവിടുന്ന് മഞ്ചേരിക്ക് മെഡിക്കൽ എടുക്കാനായിട്ട് അവിടെ ചെന്ന്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഏജൻറ്റ് ഉണ്ട് അവിടെ. അപ്പം നമ്മൾ ആ ഏജൻറ്റിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മെഡിക്കൽ എടുക്കാൻ അതിനകത്ത് കയറാനായിട്ട്. ഞാനും ഹസ്ബൻഡും അവിടെ ചെന്നപ്പം ഈ ഏജൻറ്റിനെ വിളിക്കാൻ മറന്നുപോയി. എന്ത് പറ്റിയതാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ കറക്റ്റായിട്ട് ഡയറക്റ്റ് അങ്ങ് കയറി ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉടനെ അവർ ചോദിച്ചു, മെഡിക്കൽ എടുക്കാൻ വന്നതല്ലേ? അപ്പോൾ അതെ, നിങ്ങൾ മെഡിക്കൽ ഫെയിലായതാണോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതെ, ഒരു മെഡിക്കൽ കൊച്ചി വെച്ച് ഫെയിലായതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊന്നും അവിടെ പറയാൻ പാടില്ലാത്തതാണ്. നമ്മൾ മെഡിക്കൽ ഫെയിലായതാണെന്നോ നമ്മൾക്ക് എന്ത് കാര്യത്തിനാണ് നമ്മൾ മെഡിക്കൽ ഫെയിലായതാണെന്നോ ഒന്നും നമ്മളവിടെ പറയാൻ പാടില്ല. ഞങ്ങളിതെല്ലാം അവിടെ പറഞ്ഞു. അപ്പോൾ ഉടനെ അവർ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, ഷുഗറിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. ആദ്യം കളർ വിഷനായിരുന്നു, പിന്നെ പറഞ്ഞു ഷുഗറിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്, ഈ മെഡിക്കൽ ഫെയിലാന്ന് പറഞ്ഞു. മഞ്ചേരി വരെ പോയ ഞങ്ങൾ അത്രയും പൈസയും പിന്നെയും മുടക്കി ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ഇനിയിപ്പം പുറത്തോട്ടൊന്നും പോകുന്നൊന്നും നടക്കത്തൊന്നുമില്ല ഒച്ചേ, അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടൊന്നും നീ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് നോക്കാം പോകാനായിട്ട്. അപ്പം മോൻ ഇത്തവണ 10ലാണ്. അപ്പം മോനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാനുള്ളൊരു പേടി, 10ലായതുകൊണ്ടുള്ളൊരു പേടിയാണ്, വേറെ പേടിയൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു,
അവൻ 10 പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായില്ലെങ്കിൽ മുന്നോട്ടുള്ള പഠനം വളരെ മോശമായി പോകത്തില്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് അവിടെ പിന്നെ ഒരു ഗ്യാപ്പായി. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്ത് ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഈ ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങളെ അങ്ങ് വിട്ട്, പുള്ളി പിന്നെ നാട്ടിൽ എന്തെങ്കിലും ജോലി നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആ ജോലിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം വിട്ട് പുള്ളി എന്നോട് പറഞ്ഞു നാട്ടിൽ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ ചെറിയ ജോലികൾ നാട്ടിൽ പുള്ളി ചെയ്ത്, അപ്പോൾ സാമ്പത്തികമായിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ ഈ വയ്യാഴികൾക്ക് മുടക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നീട് നമുക്കൊന്നും ബെനിഫിറ്റ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെയും പ്രശ്നമായി. മോൻ പഠിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കണം. അപ്പോൾ പിന്നെയും വിഷയമായി. അപ്പോൾ ഉടനെ ഞാൻ പണ്ടെങ്ങോ ഒരു സൈറ്റിൽ പുള്ളിയുടെ ഒരു പേര് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ മറന്നു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിൽ ഒരു ഞായറാഴ്ച ഞാൻ കുർബാനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഫോൺ വന്നിട്ട് ചോദിച്ചു, മേഡം ഇത് ഇന്ന ആളുടെ വൈഫാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, ഇന്ന ആളാണോ? അതെ. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു, മേഡം ഞങ്ങൾ ഖത്തർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയാണ് വിളിക്കുന്നത്. മേഡം ഇത് കണക്ക് ഇന്ന ആൾക്ക് വേണ്ടിയിട്ട് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ആൾക്കൊരു ചാൻസ് ഉണ്ട്, എങ്ങനെയുണ്ട്, നിങ്ങൾ പോകുന്നു? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് അപ്പം. കാരണം മെഡിക്കൽ പാസ്സാവത്തില്ലല്ലോ, പിന്നെ നമ്മൾ ഈ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തായാലും നോക്കാം, ഖത്തർ ആകുമ്പോഴത്തേക്കും അത്രയും മെഡിക്കൽ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി, കാരണം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം 2 വട്ടം പോയി ഞങ്ങൾ ആകപ്പാടെ മടുത്ത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇത് കണക്ക് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഖത്തറിലേക്ക് പോകാനായിട്ട് 2 സെൻറ്ററേ ഉള്ളൂ, ഒന്ന് കൊച്ചിയും ഒന്ന് ചെന്നൈയും. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കൊച്ചിയിൽ ഭയങ്കര ടഫാണ് മെഡിക്കൽ, നമുക്ക് ചെന്നൈയിലേക്ക് മെഡിക്കൽ എടുക്കാൻ അവരോട് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നൈക്ക് പോവുക ഈ ദീപാവലിക്ക്. ഇവിടുന്ന് ടിക്കറ്റ് ഇല്ല ട്രെയിനിന് പോകാനായിട്ട്. ഞങ്ങൾ ബസ്സിന് ബുക്ക് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഇടിയൊക്കെ കൊണ്ട് ഞങ്ങൾ ചെന്നൈയിൽ ചെന്ന് അവിടെ ചെന്ന് മണിക്കൂറുകളോളം മഴയത്ത് ക്യൂ നിന്ന്. അവിടെ വെയിറ്റിംഗ് ഷെഡൊന്നുമില്ല നമുക്ക് നിൽക്കാൻ, പുറത്ത് തന്നെ നമ്മൾ റോഡിൽ തന്നെ നിൽക്കണം. അങ്ങനെ ഞങ്ങൾ മണിക്കൂറുകളോളം മഴയത്ത് ക്യൂ നിന്ന് ഹസ്ബൻഡ് അകത്ത് കയറി. അവിടെ ചെന്ന് മെഡിക്കലിൻ്റെ പേപ്പറെല്ലാം കൊടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇതിലൊരു സ്പെല്ലിങ് തെറ്റാ, അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ മെഡിക്കൽ നടക്കത്തില്ല. അപ്പോൾ ഇത്രയും ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്നു, എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയതാണ്, ഞാനിതൊക്കെ അങ്ങ് പാടെ മറന്നുപോയി. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കരയണമെന്നോ എനിക്ക് ചിരിക്കണമെന്നോ എന്താ സംഭവിക്കണമെന്ന് അറിയത്തില്ല. കാരണം 14 വർഷം ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. ഇതുവരെ ഇങ്ങനൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത മനുഷ്യന് ഇപ്രാവശ്യം വന്നപ്പം ഈ 3ാമത്തെ മെഡിക്കലും ഫെയിലായപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ ഉടനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുമ്പോഴും ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതെന്ത് കഷ്ടമല്ലേ, നമുക്കെന്നാൽ തിരിച്ചു പോകാം ഇനി, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തിരിച്ചു വരാനും ട്രെയിൻ ഇല്ല, ആകെപ്പാടെ പ്രശ്നമായി, ദീപാവലി ബഹളം. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നപ്പം ഞങ്ങൾക്ക് 2 ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ തിരിച്ച് ഇതുവഴി, ഞങ്ങൾ വണ്ടാനത്താണ് താമസിക്കുന്നത്, അപ്പോൾ ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ പോയപ്പം ഞാനപ്പം പറഞ്ഞേ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ട് ഇതുവരെ പുതുക്കിയില്ലല്ലോ, ഇനിയും അതിൻ്റെ എങ്ങാനും ആയിരിക്കുമോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഞാനെങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മോന് ക്ലാസ് ഇല്ല. ഞാൻ പറഞ്ഞെടാ നീ എൻ്റെ കൂടെ ഒന്ന് കൃപാസനത്തിൽ വരുമോ ഉടമ്പടി പുതുക്കാനായിട്ട്, ഇത്രയും വർഷമായി അവിടെ ചെല്ലുമ്പോൾ എന്നെ അവിടെ ഇരിക്കുന്ന ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ, 2019 ഉടമ്പടി എടുത്തതല്ലേ, ഇതുവരെ നിങ്ങളിത് പുതുക്കിയിട്ടുമില്ലല്ലോ. ഞാൻ പറഞ്ഞു അവർ പറയുന്ന വഴക്കൊന്ന് ഷെയർ ചെയ്യാം, നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ, നമുക്ക് 2 പേർക്കും കൂടെ പോകാം, പപ്പയുടെ കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മകൻ എൻ്റെ കൂടെ വന്ന്, ഞാനും മകനും കൂടി ഇവിടെ വന്ന്, എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് പറയാൻ ചമ്മലായിരുന്നു. ഇത്രയും വർഷം ഉടമ്പടി എടുത്തിട്ട് അതൊന്ന് പുതുക്കാൻ എന്നെ കൊണ്ട് ഇത്ര അടുത്ത് കിടക്കുന്ന പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തായാലും ഭാഗ്യത്തിന് ഇവിടുന്ന് സിസ്റ്റേഴ്സ് എന്നോടൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. ഞങ്ങൾ ആ ഉടമ്പടി പുതുക്കി. ഞാൻ ആദ്യത്തെ ഉടമ്പടി നിയോഗമായിട്ട് ഹസ്ബൻഡിൻ്റെ ഈ കാര്യം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച്. അപ്പം ഞാൻ അന്ന് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നതൊക്കെ ഞാനിങ്ങനെ ഓരോരുത്തർക്ക് അന്ന് തന്നെ കൊടുത്ത് ഇതൊക്കെ തീർന്നു പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ഞാനിത് കണക്ക് ഇവിടെ പുതുക്കിയപ്പോൾ എനിക്ക് ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം കിട്ടി. ഞാൻ അതെല്ലാം ഇവിടുന്ന് കൊന്ത വെഞ്ചരിച്ച് മാതാവിൻ്റെ നടയെ മുത്തിച്ച് അതെല്ലാം വാങ്ങിച്ച് ഞങ്ങളങ്ങ് പോയി. അവിടെ ചെന്ന് ഈ കൊന്ത ഞാൻ ഹസ്ബൻഡിൻ്റെ കഴുത്തേലിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി എന്തായാലും അവർ മെഡിക്കലിലൊന്നും വിളിക്കത്തില്ലായിരിക്കും, എന്നാലും സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ ഈ ഉടമ്പടി എടുത്തുകൊണ്ട് പോയി ഇവിടുന്ന് പുതുക്കി കൊണ്ടുപോയ അന്ന് മുതൽ ഞാനും അച്ചാച്ചനും അമ്മച്ചിയും കുഞ്ഞും കൂടെ ഒന്നിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷവും രാവിലെ ഞങ്ങൾ ഒന്നിച്ചാണ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. എല്ലാവരെയും കൂടെ പ്രാർത്ഥിച്ച്
ഞാൻ പത്രം എല്ലാം വിറ്റ് കൊടുത്ത് എല്ലാവർക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണക്ക് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എല്ലാ ദിവസവും ഈ ഉടമ്പടി തൈലം ശരീരത്ത് പുരട്ടണം. പുള്ളിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ശരീരത്ത് പുരട്ടി. ഈ ഷുഗറിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞല്ലോ, അപ്പം ഞാൻ പറഞ്ഞു ഈ തേനും കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ പറഞ്ഞു അമ്മ തേൻ കഴിച്ചാൽ ഷുഗറിന് കൊള്ളത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ഈ തേനാണ് ഷുഗറിന് ഏറ്റവും വലിയൊരു മരുന്ന്, അതുകൊണ്ട് ഈ തേൻ വേണം നമ്മൾ കഴിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഹസ്ബൻഡ് തേനും കഴിച്ച് ഈ ഉടമ്പടി തൈലവും പുരട്ടി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഈ കഴിഞ്ഞ 20-ാം തീയതി പിന്നെ 20-ാം തീയതിയില്ല 18-ാം തീയതി അവിടുന്ന് പിന്നെ അവർ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു 20-ാം തീയതി കൊച്ചിയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും മെഡിക്കലിന് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓ വേണ്ട, എടുക്കണ്ട, എടുത്തിട്ട് കാര്യമൊന്നുമില്ല, നമുക്കൊരു പ്രതീക്ഷയില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒന്നും കൂടെ ശ്രമിച്ച് നോക്കാം, നമ്മൾ കൃപാസനത്തിലെ ഉടമ്പടിയെല്ലാം പുതുക്കിയതല്ലേ, നമുക്ക് മാതാവ് അനുഗ്രഹിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ മാസം 20-ാം തീയതി മെഡിക്കലിന് കൊച്ചിയിലേക്ക് പോവാം. ഞങ്ങൾ രാവിലെ പോകാനിറങ്ങിയപ്പോൾ ഞാൻ പുള്ളിയുടെ കയ്യിൽ ഈ കാശുരൂപം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം, ഇത് കൈ വെച്ചിട്ടേ മെഡിക്കലിന് കയറാവുള്ളൂ, നമുക്ക് മാതാവ് എന്തായാലും കൈവിടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ ഇത് കൊടുത്തു. അപ്പോൾ ഈ പത്രമൊന്നും എൻ്റെ കയ്യിലില്ല, എല്ലാ പത്രവും ഞാൻ എല്ലാവർക്കും കൊടുത്തു പോയി. അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് 2:45 പുള്ളിക്ക് മെഡിക്കൽ കൊച്ചിയിൽ വെച്ചിട്ട്. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്. സിസ്റ്ററിനെ എനിക്കൊന്ന് പരിചയമുള്ളതാണ്, ലിയ സിസ്റ്ററിനോട് ഞാൻ പ്രാർത്ഥനാ സഹായം ചോദിച്ച്. അപ്പോൾ ഒരു ചേച്ചി ഇവിടെ ഇരുന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഒരു പത്രം തരുമോ, ഞങ്ങൾ ഇന്നണക്ക് ഒരു കാര്യത്തിന് പോവുക. അപ്പോൾ പറഞ്ഞു അതിനെന്താ മോളെ എന്നും പറഞ്ഞു ഒരു പത്രം എനിക്ക് തന്ന്. ഞാൻ അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ കാര്യം. ഞാൻ പറഞ്ഞു ചേച്ചി ഇത് കണക്ക് ചേട്ടൻ്റെ മെഡിക്കൽ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന് പോകും. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു മോള് നോക്കിക്കോ, ഉറപ്പായിട്ട് ഈ മെഡിക്കൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ എന്നായി ചേച്ചി എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ പത്രവും വാങ്ങിച്ച് ഞങ്ങൾ മെഡിക്കലിനായിട്ട് അവിടെ ചെന്ന് രാവിലെ മുതൽ പോയി അവിടെ ക്യൂ ഇരുന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും 2:30 ആയപ്പോൾ ഹസ്ബൻഡിനെ അകത്തോട്ട് വിളിച്ച്. അപ്പം ഞാനപ്പം ഈ കൃപാസനം പത്രം എടുത്ത് കൈ പിടിച്ച് ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ട്, ഞാനിങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവിടെ പുറത്തിരുന്ന്. ഹസ്ബൻഡ് പോയിട്ട് എനിക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര വെപ്രാളം, കാരണം ഈ 3 മെഡിക്കലും ഫെയിലായി, ഇനി പ്രതീക്ഷിക്കാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ മാതാവേ. അപ്പം ഞാൻ ഈ പോകുന്നതിന് മുൻപ് ഇവിടെ വന്നപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ദിവസമൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് മെഡിക്കൽ പാസ്സാക്കി തരണേ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നടത്തി തരണേ. ഇനി അങ്ങനല്ല പറയുന്നത്, നിനക്കിഷ്ടമുണ്ടെങ്കിൽ നിൻ്റെ ഹിതം എന്താണോ അതനുസരിച്ച് നീ പ്രവർത്തിച്ച് തന്നാൽ മതി. കാരണം നിൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് നീ എനിക്കൊരു അവസരം തരണം. അത് അങ്ങനെ തരുവാണെങ്കിൽ എനിക്ക് ആ സാക്ഷ്യത്തിലൂടെ ഒരുപാട് പേരെ അത് അറിയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിൻ്റെ ഇഷ്ടമാണ്, നിൻ്റെ മഹത്വം നീയാണ് എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടത്. ഇനി നിൻ്റെ ഇഷ്ടമാണ്, മെഡിക്കൽ പാസ്സായാലും പാസ്സായില്ലെങ്കിലും അത് അമ്മ മാതാവിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഞാൻ ഈ പത്രം എടുത്ത് കൈ പിടിച്ച് അവിടെ ഇരുന്നു അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഇഷ്ടം എന്നതാണോ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു 4:15 ആയപ്പം ഹസ്ബൻഡ് പുറത്തോട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറഞ്ഞു, പാസ്സായോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു കളർ വിഷൻ പിന്നെയും കംപ്ലൈൻ്റ് ആയി ജൂണി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിനി എന്ത് ചെയ്യും. അപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് സങ്കടം വന്നു, എൻ്റെ കണ്ണ് രണ്ടും അങ്ങ് നിറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അപ്പോൾ പുള്ളി പറഞ്ഞു അപ്പുറത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് ഒന്നും കൂടെ കളർ വിഷൻ ചെക്ക് ചെയ്തുകൊണ്ട് വരാൻ പുള്ളി പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് പോകുന്നിങ്ങനെ എടപ്പള്ളിയാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോവുക, റോഡ് 2 കവർ ചെയ്യണം. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഒരു അശ്രദ്ധയായിട്ട് നടന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ശ്രദ്ധിച്ച് നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി എന്ത് ശ്രദ്ധിക്കാനാ, എനിക്ക് ആകെപ്പാടെ സങ്കടം കൊണ്ടും വയ്യാന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത് കണക്ക് അവർ ചെക്കപ്പിന് കൊണ്ടുപോയി, പുള്ളിനെ അകത്തോട്ട് കൊണ്ടുപോയപ്പോൾ ഞാൻ പുറത്തിരുന്ന് കൃപാസനം പത്രമുണ്ട്, ഈ കൊന്തയുണ്ട്. ഞാൻ അവിടെ നിന്ന് പിന്നെയും പ്രാർത്ഥിച്ച്. ഞാൻ പറഞ്ഞു മാതാവേയും സങ്കടം വന്നപ്പം അങ്ങനെ പറഞ്ഞു പോയതാ, അത് കാര്യമായിട്ട് എടുക്കല്ലേ, എന്നെ പിന്നെയും പരീക്ഷിക്കല്ലേ, എന്നാലും നിൻ്റെ ഹിതമൊന്ന് നിറവേറ്റായിരുന്നു, എനിക്കൊരു സാക്ഷ്യം പറയാനൊരു അവസരം തരാമായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ അവിടെ ഇരുന്നോട് പറഞ്ഞു. അങ്ങനെ പുള്ളി പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു ജോണി കളർ വിഷന് കുഴപ്പമൊന്നുമില്ല, ഇവർ സർട്ടിഫിക്കറ്റ് തരും, നമുക്ക് കളർ വിഷൻ പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്ന് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അപ്പം 5:30 ആകുമ്പോൾ ഞങ്ങളോട് അതിനകത്ത് പിന്നെയും തിരിച്ചു ചെല്ലണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. 5:30 ആയപ്പോൾ ചെന്നപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ ആ QVC സെൻറ്ററിനകത്ത്. അപ്പോൾ ഈ ഡോക്ടർ അകത്ത്, അപ്പോൾ ഡോക്ടർക്ക് 5:30 ആകുമ്പോൾ പോകണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്നപ്പോൾ 5:30 കഴിഞ്ഞ്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു ഇയാളെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുമായിരുന്നു, അല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സമയം കഴിയുമ്പോൾ നേരത്തെ എഴുന്നേറ്റ് പോവേണ്ടതാണ്,
ഞാൻ നേരത്തെ പോകാനിരുന്നതാണ്, പിന്നെ ഇയാൾ വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ആ ഡോക്ടർ അന്ന് പോയിരുന്നെങ്കിൽ ആ മെഡിക്കലും ഫെയിലാണ് ഞങ്ങൾ. പിന്നെ 5ാമത്തെ മെഡിക്കൽ എടുക്കാനായിട്ട് പിന്നെ പോകുമെന്ന് ചോദിച്ചാൽ പോകത്തില്ല. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു മെഡിക്കലിന് പോകത്തില്ല. ആ ഡോക്ടറോടെ വെയിറ്റ് ചെയ്തിരുന്ന് ഈ മെഡിക്കൽ പാസ്സാക്കി തന്നു. അപ്പം ഞാൻ തിരിച്ച് പോകുന്നപ്പോഴത്തേക്ക് ഞാനിവിടെ വന്ന് ഞാൻ പറഞ്ഞു, മെഡിക്കലൊക്കെ പാസ്സാക്കി, ഇനി ടിക്കറ്റ് എന്നാ വരുന്നതെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ മാതാവിൻ്റെ ഇഷ്ടമാണ്, എന്തായാലും ഹസ്ബൻഡ് പോകുന്നതിന് മുൻപ് ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചു തന്നതിന് ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ പാസ്സായി. നാളെ വ്യാഴാഴ്ച ഹസ്ബൻഡ് ഖത്തറിലേക്ക് ജോലിക്ക് പോവുകയാണ്. മാതാവ് തന്ന ഈ ഒരു വലിയ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതൊരു വലിയ സത്യം തന്നെയാണ്. പിന്നെ മാതാവിനോട് ഒരുപാട് കാര്യങ്ങൾ വേറെയും ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മകൻ 10ലാണ്, അവൻ്റെ നല്ലൊരു വിജയത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുമൊക്കെ എനിക്ക് സാധിച്ചു തരുമെന്ന് എനിക്ക് ഒരുപാട് പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട്. ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. കുറച്ച് നാൾ പിന്നെ മാതാവിനെ വിളിക്കാതെ വന്നപ്പോഴത്തേക്കുള്ള ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷേ എന്നാലും ഇപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ ഉണ്ട് മാതാവിനോട്. നിങ്ങളുമൊക്കെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇനിയും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹസ്ബൻഡ് ഇനിയിപ്പോൾ ജോലിക്ക് പോവുകയാണ്, നല്ലൊരു ജോലി കിട്ടാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ജോലിക്ക് പോകാനായിട്ട്. അതിനുമൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെക്കൂടെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.